കില്ലാടികളെ ഇപ്പൊ എന്താ സംഭവം ചോദിച്ചില്ലേ? ഞാനിപ്പോൾ ട്രെൻഡിങ് സംഭവം പറയാനില്ല. എന്താ സംഭവം ചോദിച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വൈറലാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ പെമ്പിള്ളേരെ ഇപ്പോൾ നോർമലി പണ്ടൊക്കെ പറഞ്ഞ പെമ്പിള്ളേരെ എന്ന് വെച്ചാൽ കഴിവുള്ളവർ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. കഴിവുള്ള കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ചാൽ വീഡിയോസ് ചെയ്യുക, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട്. പിന്നെന്താണ് എല്ലാവർക്കും ലൈക്ക് ഇടണം അല്ലെങ്കിൽ എല്ലാവർക്കും ഫോളോ ചെയ്യണം, നമ്മളും വൈറലാകണം. കുറെ ടീമുകൾ എന്ത് ചെയ്തു ചോദിച്ചാൽ ഈ മറ്റേ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. റീൽസ് എങ്ങനത്തെ റീൽസ് ചെയ്തിട്ടല്ല, നമ്മൾ ടാലന്റ് മാറ്റിയിട്ട് ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ തുണി ഇടുന്നു, തുണിയുടെ ഭാഗം കുറയ്ക്കാൻ തുടങ്ങി, പിന്നെ അവിടെ ഇവിടെ കാണിക്കാൻ തുടങ്ങി. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് മനസ്സിലായി, എല്ലാവരും പറഞ്ഞില്ല കുറച്ച് പേര്. അപ്പൊ കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം ഇപ്പൊ എന്താ ട്രെൻഡിങ് ചോദിച്ചില്ല, അതിനുശേഷം വന്നൊരു പുതിയൊരു ട്രെൻഡിങ് ആണ് ഇടല. എന്നെ സംബന്ധിച്ച് നമ്മളൊരു ബസ്സിൽ കയറിയിരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും പെൺകുട്ടിനെ ഇപ്പൊ നിങ്ങൾക്ക് വൈറലാണ് വെച്ച് നേരെ ബസ്സിൽ കയറിയിരിക്കുന്നു, എന്നിട്ട് ഒരു സീറ്റിൽ ഒഴിഞ്ഞ് സീറ്റിൽ കയറിയിരിക്കുന്നു. ഒരു സീറ്റിൽ കയറിയിരിക്കുമ്പോൾ തൊട്ടടുത്ത് എന്തായാലും KSRTC കയറണം. KSRTC ആണ് ഇക്വാലിറ്റി ഇല്ലാത്തത്, ജെൻഡർ ഇക്വാലിറ്റി ഇല്ലാതെ KSRTC ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇപ്പൊ നമുക്ക് ഇരിക്കാം, അവിടെ വുമൻസ് ഇരിക്കുന്ന സീറ്റിലേക്ക് ഇരിക്കാം, കുഴപ്പമില്ല നോർമലി. അപ്പൊ അങ്ങനത്തെ ഒരു സീറ്റിൽ കയറി ഇരിക്കുക. സീറ്റിൽ കയറി എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇരിക്കുക. അപ്പൊ ആരെങ്കിലും ഒരു വയസ്സായവരോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ ഓൺ, മെയിനായിട്ട് വയസ്സായ അങ്കിൾമാരെയും വന്നാൽ ക്യാമറ ഓണാക്കി വെക്കുക. എന്നിട്ട് അവർ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്നൊക്കെ പണ്ട് പറയാം. എന്നാൽ ഇവർ തൊടുന്നതിന് മുമ്പ് പറയണ്ടേ, അതൊന്നുമില്ല, ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കില്ല. പക്ഷേ തൊടുന്നവരുണ്ട്, തൊടാത്തവരുണ്ട്. തൊടുന്നവരോട് ഞാൻ പറയുന്നത് ശരിക്കും അത് പുച്ഛം തന്നെയാണ്. എന്ന് വെച്ചാൽ അവന്മാർക്ക് അത് കിട്ടണം, എന്ന് വെച്ചാൽ തല്ലിവിടണം. എന്ന് വെച്ചാൽ ഇമാര് കുഴപ്പമൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ റീൽ കാണുന്നില്ല. ഞാൻ ആ കുട്ടി എന്ന് വെച്ചാൽ ആ കുട്ടി റീൽ എനിക്ക് കുറെ സജഷനില്ല. ഞാൻ പറയണ കുട്ടി എന്ന് വെച്ചാൽ അപ്സ എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കണ്ടിട്ട് 6 മില്യൺ വ്യൂസ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ 6 മില്യൺ വ്യൂസ് ആണ് ആ വീഡിയോക്ക്. ആ കുട്ടി ജസ്റ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മനസ്സിലായി, ഇരുന്നിട്ട് ഇങ്ങനെ ക്യാമറ കാണിക്കുന്നുണ്ട്. പക്ഷെ ആളൊന്നും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ആൾ ചെയ്യേണ്ടി തോന്നിട്ടില്ല, ഇപ്പൊ മുട്ടണമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇത് ട്രെൻഡ് എന്നൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഇവരിത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറയേണ്ടില്ല. ഇപ്പൊ നമ്മളിപ്പോൾ ഒരാളെന്ന് എന്നെ ഇരിക്കുക, ഇപ്പൊ ഒരു എനിക്ക് നമ്മൾ പിള്ളേർക്ക് കുറെ അനുഭവം ഇല്ല. എന്താ വെച്ചാൽ കുണ്ടമ്മന്റെ അനുഭവം ഉണ്ട്. ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ മറ്റൊമ്പ നൈസായിട്ട് പണി തുടങ്ങും. ആദ്യം തൊടയെ കൈ വയ്ക്കും, പിന്നെ അങ്ങനെ കയറി പിടുത്തുവാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആ സംഭവം അപ്പൊ നമ്മളെന്ന് വെച്ചാൽ പിള്ളേർക്ക് പ്രതികരിച്ചിട്ട് കൊടുത്തിന്റെ അടിയിലല്ല, ബസ് തന്നെ കൊടുത്തിട്ട്. അപ്പൊ അതുപോലെ ഇവർക്ക് ചെയ്യണമായിരുന്നു. ഇവരെന്ത് ചെയ്യും, ഇങ്ങനെയും റീച്ച് ആവണല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ ആവണമായിട്ട് ഇങ്ങനെ കുറെ നേരം വെക്കും. അതാണ് സംഭവം. ഇപ്പൊ ഫുൾ അത് ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ ഞാൻ അത് റീൽ അത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, ഇതിലുള്ള പക്ഷേ ഈ കുട്ടിക്ക് കൈ ഇങ്ങനെ വെക്കാം, വൈ ഷൂട്ട് അങ്ങനെ വെച്ചിട്ടില്ല, ഇങ്ങനെ വെക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ വെച്ചു. അപ്പൊ അതാണില്ല കൊട്ടാരക്കാർ. അപ്പൊ ആ കുട്ടി ഒരു കമന്റ് ബോക്സിൽ എന്താ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട്, കൊട്ടാരക്കാരെ കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവമാണ്. ഏകദേശം 40-50 വയസ്സിനിടയിൽ പ്രായമായ ഈ വ്യക്തി മറ്റു സീറ്റുകളിൽ ഒഴിഞ്ഞു കിടന്നിട്ടും എന്റെ അടുത്ത് വന്നിരിക്കുന്നു. നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടിയുരുമി ഇരുന്നപ്പോൾ ഞാൻ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എന്നിട്ട് വീണ്ടും അയാളെ അറിയാത്ത ഭാവത്തിൽ എന്നെ ദേഹത്ത് തൊട്ട് തന്നെ ഇരിക്കാൻ നോക്കുകയായിരുന്നു. വലിയ ശരീരമായിട്ടും അയാൾ മാക്സിമം എന്നെ ഞെരുങ്ങിയിരുത്താൻ നോക്കി. അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കണ്ടാൽ വെറും മാന്യനാണെന്ന് തോന്നുന്നു, കയ്യിൽ നല്ലതല്ല. അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചതാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാവും. മുൻപും ഇത്തരം അനുഭവം ഉണ്ടായിട്ടും തെളിവില്ലാത്തതിനാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യമേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. കാരണം ഒരാളുടെ കുടുംബം തകർക്കേണ്ടതെന്ന് കരുതിയല്ലോ. ഇതിന് അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരോട് ശ്രദ്ധിച്ചു നോക്കൂ. അയാളുടെ കൈ എൻ്റെ വയറിന്റെ ഭാഗത്താണ്. ബ്ലാക്ക് ഡ്രസ് ആയതുകൊണ്ട് മുടി മുൻപിലേക്ക് ഇട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ദാറ്റ്സ് ഇറ്റ് കിട്ടുകയില്ല. പിന്നെ അച്ഛനെ വെച്ച് വീഡിയോ ചെയ്ത് കൂടുതൽ റീച്ച് ഉണ്ടാവും. കമന്റ് സെക്ഷൻ മൊത്തം എങ്കിലും എഴുന്നേറ്റ് നിൽക്കുക, ചേട്ടൻ സൗകര്യമായിരിക്കട്ടെ. പോസ്റ്റ് അതല്ല ക്ലിയർ. ഞാൻ പറഞ്ഞത് സംഭവം ഇത്രയും പേര് 6 മില്യൺ പേര് കണ്ടതിലും എല്ലാവരും ഈ ഒരു കമന്റ് റെസ്പോണ്ട് ചെയ്തിരിക്കും, മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഇതൊരു ട്രെൻഡിങ്ങായി മാറുകയില്ല. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇത് ഇവർക്ക് വൈറലാവണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ് ഇത് പുറപ്പാടുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിവ് ചെയ്ത് വൈറലാകും, അതെനിക്ക് പറഞ്ഞുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവം ഇല്ല, കുറെ പേര് റീൽ അയച്ചു, അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇനി ഇപ്പൊ കണ്ടപ്പോൾ റീൽ എന്താ തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യലല്ലേ. എനിക്കിതാ തോന്നി, മനസ്സിലായില്ല? എനിക്കിത് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തെങ്കിലും ചെയ്ത് വൈറലാവണല്ലോ, എന്തെങ്കിലും ചെയ്തിട്ടില്ല, അതേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി ഇപ്പൊ അപ്ഡേറ്റ് ഇല്ല. ഇപ്പൊ ഈ കുട്ടി എന്താ ചിലപ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടായിരിക്കും. വേറൊരു പോസ്റ്റ് കൂടി ഇട്ടു, വേറൊരു പോസ്റ്റ് ഇട്ട് നെഗറ്റീവ് എന്തെങ്കിലും കാണിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി നോക്കാമല്ലോ. ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൽ തന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാ funny how men believe women are sluts with no proof, but these moderns offer evidence to believe a man is rapist. ഇതാണ് ഇവരുടെ അവസ്ഥ, അത് പറയുന്നുള്ളൂ.